നമസ്കാരം. കേരളത്തിലെ ആരോഗ്യരംഗം തകർന്നു തരിപ്പണമായത് രണ്ടാം പിണറായി സർക്കാരിൽ വീണ ജോർജ് ആരോഗ്യമന്ത്രിയായതിനു ശേഷമാണ്. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ കേരളത്തിലെ ആരോഗ്യരംഗം ഉൾപ്പെടെയുള്ള സമസ്ത മേഖലകളും തകർത്തെറിഞ്ഞിട്ടാണ് 2026 പിണറായി വിജയന്റെ സർക്കാർ പടിയിറങ്ങിപ്പോകുന്നത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വീണ ജോർജ് ആരോഗ്യമന്ത്രിയായതിനു ശേഷമാണ് തുടരെയുള്ള ചികിത്സാ പിഴവുകളും മരണങ്ങളുമൊക്കെ കേരളത്തിലെ ആരോഗ്യരംഗത്ത് ഉണ്ടായത്. പന്മന സ്വദേശിയായ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, അദ്ദേഹം അടിയന്തര ചികിത്സയ്ക്കായാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തിയത്. മതിയായ ചികിത്സ കിട്ടാതെ, കൃത്യസമയത്ത് ചികിത്സ കിട്ടാതെ ആ മനുഷ്യൻ തൻ്റെ കൂട്ടുകാരനോട് താൻ മരണപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഈ മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥരാണ് എന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കകം ആ മനുഷ്യൻ മരണപ്പെട്ടു. ശസ്ത്രക്രിയ കഴിഞ്ഞ് വയറ്റിൽ കത്രിക വെച്ച് തുന്നിക്കെട്ടിയ സംഭവങ്ങൾ തന്നെ ഒന്നിലേറെ കേരളത്തിലുണ്ടായി. അങ്ങനെ എത്രയോ സംഭവങ്ങൾ. മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പ് മേധാവിക്ക് പോലും ഇത്തരത്തിൽ വന്ന മെഡിക്കൽ കോളേജിലെ പിടിപ്പുകേടുകളെക്കുറിച്ച്, ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെയും ജീവൻ രക്ഷാ മരുന്നുകളുടെയും ലഭ്യതയില്ലായ്മയെക്കുറിച്ച് മാധ്യമങ്ങളുടെ മുന്നിൽ പറയേണ്ടി വന്നു. ആ ഒരു നാണം കെട്ട അവസ്ഥയിലായിരുന്നു രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ കേരളത്തിലെ ആരോഗ്യരംഗം. എന്ന് മാത്രമല്ല, ഏകദേശം ദിവസങ്ങളോളം അവിടെ ശുചിമുറിയിൽ വെള്ളമില്ലായിരുന്നു. ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെയുള്ള ജീവനക്കാരും രോഗികളുടെ കൂട്ടിരിപ്പുകാരുമൊക്കെ പുറത്തുനിന്ന് മിനറൽ വാട്ടർ വാങ്ങിക്കൊണ്ടുവന്നാണ് ഇത്തരത്തിൽ അവരുടെ ആവശ്യങ്ങൾ കഴിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ദയനീയ അവസ്ഥ നമുക്ക് ഊഹിക്കാൻ കഴിയും. ഇന്നലെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു രോഗിയുടെ കാലിൽ പുഴുവരിച്ചു എന്നുള്ളൊരു സംഭവം പുറത്തു വരുന്നത്. ഇത് വലിയ രീതിയിൽ അന്തം കമ്മികൾ ആഘോഷമാക്കി. നമുക്കറിയാം, UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 20 ദിവസങ്ങളെ ആയിട്ടുള്ളൂ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗിയുടെ കാലിൽ പുഴുവരിച്ചു എന്നാരോപിച്ചുകൊണ്ട് DYFI പ്രവർത്തകർ വളരെ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്ന കാഴ്ച കണ്ടു. സത്യം പറഞ്ഞാൽ ഈ DYFIക്കാരൊക്കെ ഈ സമൂഹത്തിനു വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവരെ കൊണ്ടൊക്കെ ദ്രോഹപ്രവൃത്തികളല്ലാതെ എന്തെങ്കിലും ഒരു പ്രവൃത്തി, ഒരു നല്ല പ്രവൃത്തി, ഒരു പുണ്യപ്രവൃത്തി ഇവർക്ക് ചെയ്യാൻ കഴിയുമോ? ആകെ ചെയ്യുന്നത് വീടുകളിൽ നിന്ന് ഭക്ഷണപ്പൊതി വാങ്ങിക്കൊണ്ടുവന്ന് ഉച്ചയ്ക്ക് രോഗികൾക്ക് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ വിതരണം ചെയ്യുന്നതാണ്. തീർച്ചയായും അത് മാത്രമാണ് അവർ ചെയ്യുന്ന ഒരു നല്ല കാര്യം. പക്ഷേ ഇപ്പോൾ ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടെ ഒരു രോഗി ശസ്ത്രക്രിയയ്ക്ക് എത്തുന്നു. 2025 ഓഗസ്റ്റിലാണ് റീജീഷ് എന്ന് പറയുന്ന ആ രോഗി അവിടെ വൃക്ക സംബന്ധമായിട്ടുള്ള ഒരു ചികിത്സയ്ക്കായി എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഇടതു വൃക്കയിലാണ് ശസ്ത്രക്രിയ നടത്തേണ്ടിയിരുന്നത്. ഇടതു വൃക്കയിൽ കല്ല് ബാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഡോക്ടർമാർ ശസ്ത്രക്രിയ നടത്തിയത് വലതുഭാഗത്താണ്. പിന്നീടത് ഇൻഫെക്ഷനായി, അണുബാധയുണ്ടായി. അദ്ദേഹം മാസങ്ങളോളം വെന്റിലേറ്ററിലായിരുന്നു. ഇന്ന് ആ മനുഷ്യൻ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇതൊന്നും നമ്മുടെ DYFI പ്രവർത്തകർ കണ്ട മട്ടില്ല. അവരിപ്പോഴും ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ രോഗിയുടെ കാലിൽ പുഴുവരിച്ചു എന്നതിൻ്റെ പേരിൽ ആരോഗ്യമന്ത്രിയെയും പുതിയ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് പ്രകടനം നടത്തുകയാണ്. അവർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ ജീവിച്ചത് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർക്കൊന്നും യാതൊരു കേടുപാടുകളുമില്ല. അവർക്ക് പാർട്ടി എറിഞ്ഞു കൊടുക്കുന്ന എരിൻ കഷണങ്ങളായ എന്തെങ്കിലുമൊക്കെ ജോലിയും ആനുകൂല്യങ്ങളും ഒക്കെ കിട്ടും. എന്നതിലുപരി ഞാനൊരു CPM-കാരനാണ്, ഞാനൊരു DYFI-കാരനാണ്, ഞാനൊരു SFI-കാരനാണ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ പേടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇന്നതില്ല. അങ്ങനെയൊക്കെ ഊച്ചാളിത്തരമൊക്കെ കാണിച്ചുകൊണ്ടാണ് അവരൊക്കെ ഈ കഴിഞ്ഞ 10 വർഷങ്ങൾ മുന്നോട്ട് പോയത്. എന്ന് മാത്രമല്ല, എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പാട്ടപ്പിരിവ് നടത്തുകയും ആ പാട്ടപ്പിരിവിൽ കൈയിട്ട് വാരുകയും ഒക്കെ ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. എന്നതുകൊണ്ട് തന്നെ അവർ ആ പാർട്ടിയോട് ഒട്ടി നിൽക്കുകയാണ് ചെയ്തത്. എന്നാൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരുടെ ഗതി അതല്ലായിരുന്നു. നമ്മളൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ 10 വർഷങ്ങൾ തരണം ചെയ്തു പോയത്. എന്ന് മാത്രമല്ല, ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളും പരാജയമായിരുന്നു. ആഭ്യന്തര വകുപ്പിൽ നിന്ന് പോലും സാധാരണക്കാർക്ക് നീതി കിട്ടാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. എല്ലാം സൂപ്പർ മുഖ്യമന്ത്രിയായ P. ശശിയായിരുന്നു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഒന്നും നീതി കിട്ടാത്ത ഒരവസ്ഥയുണ്ടായി. ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് കേരളത്തിലെ ജനങ്ങൾ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി കൊടുക്കുകയും UDF അധികാരത്തിൽ വരികയും ഒക്കെ ചെയ്തത്. അവർക്ക് ഭരിക്കാനുള്ള ഒരു സമയമാണ് കൊടുക്കേണ്ടത്. അവർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനുള്ള ഒരു സമയം കൊടുക്കണം. പക്ഷേ അതിനു പകരം ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ, ഈ പഴയ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് പുതിയ സർക്കാരിനെ ഇത്തരത്തിൽ അവഹേളിക്കുന്നത് കേരളത്തിലെ പൊതുജനങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. പൊതുജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക, ഈ സർക്കാർ പരാജയമാണെന്ന് വരുത്തി തീർക്കുക എന്നതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. യഥാർത്ഥത്തിൽ ഇത്തരക്കാരെയൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് കേരളത്തിലെ ജനങ്ങളാണ്. ജനങ്ങൾക്ക് ജീവിക്കേണ്ടത് സമാധാനപരമായിട്ടാണ്. ഈ ഒരു പ്രസ്ഥാനത്തെ കൊണ്ട് ജനങ്ങൾക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്നും ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. സമൂഹ മാധ്യമങ്ങളിലൂടെ മാത്രമല്ല,
പല മേഖലകളിലും പല തരത്തിലും ഇവർ സാധാരണക്കാരെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിൽ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഈ സർക്കാർ മുന്നോട്ട് പോകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. UDF സർക്കാരിൻ്റെ എടുത്തു പറയത്തക്ക പിഴവുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന് മുന്നോട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സമയം അനുവദിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ മന്ത്രിമാരുടെയും ഒക്കെ മനോവീര്യം കെടുത്താനായി ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ അഴിച്ചുവിടുമ്പോൾ അത് പൊതുസമൂഹം അതിനെതിരെ ജാഗ്രത പാലിക്കണം എന്ന് മാത്രമല്ല, അതുപോലെ തന്നെ ഈ പെരുങ്കള്ളന്മാരെ ഇവർ പറയുന്നത് കള്ളമാണ്, ഇവർ കുപ്രചരണങ്ങൾ നടത്തുകയാണ് എന്നുള്ള ബോധ്യം സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണം.